ഇവിടുത്തെ തിരുവനന്തപുരത്ത് ഒരു ഒട്ടുമിക്ക റോഡുകളും ഇതിങ്ങനെയാണ് കിടക്കുന്നത്. നല്ല ക്ലിയറായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഇത് ഇതുണ്ട്, ഷേക്കിംഗ് ഉണ്ട്. റോഡ് ഇങ്ങനെ ഒരു 80% റോഡുകൾ ഈ അവസ്ഥയാണ്. 20% റോഡ്, അതായത് മെയിൻ റോഡുകൾ നമുക്ക് കറക്റ്റായിട്ട് വരും. അല്ലാണ്ട് വേറെ ഒരു റോഡും എഴുതുന്നുണ്ടോ. പിന്നെ അങ്ങോട്ട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. നല്ല മഴ വല്ലതും ആണെങ്കിൽ പിള്ളേർ പോകാണ്ടിരിക്കും. മാറിക്കൂട്ടും ഇങ്ങനെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ ഇതാണ് ഇവിടുത്തെ മിക്ക റോഡും ഇവിടെ. ഈ ഉൾ റോഡ് ഇങ്ങനെ കാണുന്ന മെയിൻ റോഡ് മാത്രമേ ഉള്ളൂ നല്ലത്. ബാക്കി എല്ലാ ഉൾ റോഡ് ഇതുപോലെ കിടക്കും, പൊട്ടിപ്പൊളിഞ്ഞ് ആർക്കൊരു ഗുണമില്ലാണ്ട്. കാര്യം മനസ്സിലായോ? ഒരു 80% റോഡ് ഇതുപോലെ തന്നെയാണ്. ഒരിക്കലും ഇവർ അതായത് എൻ്റെ അമ്മോ നീ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞെന്ന് വിചാരിക്കും. കാണാൻ പറ്റും. റോഡാവും വേണ്ട. ഇവിടെ ഇങ്ങനെയാണല്ലോ. ഈ കുലുങ്ങുന്ന എല്ലാം കട്ടറാണ്, എനിക്കധികം കിട്ടത്തില്ല. കടന്ന് കുലുങ്ങുന്നുണ്ടോ? സ്ട്രൈറ്റ് റോഡ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രൈറ്റ് ഒന്നും സ്ട്രൈറ്റ് അല്ല, ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞാൽ പോകാം. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഉള്ള ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പലമുക്കിൻ്റെ അടുത്താണ്, ശ്രീനഗറിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. ശ്രീനഗർ അസോസിയേഷൻ അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ റോഡ്. ഇനി ഈ കാലത്തൊന്നും ഇത് നന്നാക്കൊന്നും നോക്കണ്ട. ഇനി ഇത് ഇതിൻ്റെ ടാക്സ് കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആവശ്യമുള്ള സാധനം കിട്ടത്തില്ല. ഇങ്ങനെ റോഡ് ഇങ്ങനെയാണ്. ഈ കുഞ്ഞുമല്ല, ഈ ഷേക്കിംഗ് എല്ലാം ഇങ്ങനെ ഷേക്കിംഗ് എല്ലാം മറ്റേ ഇതാണ്. ഈ എന്താ പാച്ച് വർക്ക്, ഇതിനകത്ത് കൂടുതലും പാച്ച് വർക്കാണ് ഏറ്റവും കൂടുതൽ. എന്താ പൊന്നോ, ഫുള്ള് പാച്ച് വർക്കും പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. ഈ പൈസ എന്ത് ചെയ്യുന്നത്? നല്ലപോലെ റോഡ് നന്നാക്കുമ്പോഴത്തേക്കും മൊത്തം പൊളിഞ്ഞിരിക്കുക. റൈറ്റ് സൈഡിൽ കൂടെ പോയില്ലെങ്കിൽ